ആ ആർട്ടിക്കിൾ ഉം. ത്രിപുരദമൻ സിംഗ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ദ ഉം. അതോറിറ്റേറിയൻ റൂട്ട്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളാണത്. അപ്പൊ ഉം. പുള്ളി അതിൽ പറയുന്നത് ഈ നമ്മൾ പറയുന്ന ഈ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഒരു അതോറിറ്റേറിയൻ ടെൻഡൻസി ഒക്കെ നമ്മളുടെ ഉം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻബിൽട്ട് ആണ്, ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഉണ്ട് എന്നൊക്കെയുള്ളതാണ് പുള്ളി പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പലധികം സെൻട്രലൈസിങ് ഫീച്ചേഴ്സും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉം. രാജ്യം സ്പ്ലിറ്റപ്പ് ആയി പോകരുത്, ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് ബ്രേക്കപ്പ് ചെയ്യരുത് എന്നൊക്കെ വിചാരിച്ചിട്ട്. ഉദാഹരണം ഉം. പറയുകയാണെങ്കിൽ ഇപ്പൊ രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഉം. പ്രസിഡൻസ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള പവേഴ്സ് യൂണിയൻ ഉം. ഗവൺമെന്റ് ഉണ്ട്. ഉം. അതേപോലെ തന്നെ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള, അടിയന്തരാവസ്ഥ ഉം. പ്രഖ്യാപിക്കാനുള്ള പവേഴ്സ്, ഏത് നിമിഷം ഉം. വേണമെങ്കിലും ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള പവേഴ്സ്, നമ്മൾ ജമ്മു കാശ്മീരിലൊക്കെ കണ്ടതുപോലെ. അപ്പൊ ഉം. അങ്ങനത്തെ കുറെ അധികം പവേഴ്സ് യൂണിയൻ ഗവൺമെന്റിനുണ്ട്. ഭയങ്കര ഒരു ഉം. സെൻട്രലൈസിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മള്. അപ്പോ അത്രയധികം ഫ്രീഡംസും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ ത്രിപുരദമൻ സിംഗ് പറയുന്നുണ്ട്.